അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ധ്യാനമൊക്കെ എങ്ങനെയുണ്ട്? ധ്യാനം കൊള്ളാം. അയ്യോ, ആകാശങ്ങൾക്ക് തോറ്റു അങ്ങനെയാണ് സിനിമ എടുത്തിരിക്കുന്നത്. ഒരു വ്യത്യസ്തപ്പെട്ട രണ്ടാം ഭാഗം നന്നായിരിക്കും. നല്ല അഭിനന്ദ അവരെ മന്ദാകിനായിട്ട് നന്നായി അഭിനയിച്ചിരിക്കുന്നു. ധ്യാനം നല്ല സെറ്റപ്പ് അല്ലേ? ധ്യാനം നല്ല സീരിയസ് ആണ്. ഇതിൽ ധ്യാനം നല്ല സൂപ്പറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ രണ്ടാം ഭാഗം ഉടനെ ഉണ്ട്. എങ്ങനെയുണ്ട് പടം? കൊള്ളാം. ധ്യാനമൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. രണ്ട് പാട്ടാണ് പറയുന്നത് കഥ. അഭിനയവും കാര്യങ്ങളൊക്കെ കൊള്ളാം. കൊള്ളാം. പേടിക്കാനൊക്കെ ഉണ്ടോ? പേടിക്കാനുണ്ട്, ഒരു കുറവ് തന്നെ. കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിൾ ആണ്. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്, അതിനകത്തിൽ ടെക്നിക്കൽ സൈഡ് വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വൺ ടൈം വാച്ചബിൾ ആണ്. ധ്യാനിൻ്റെ അടുത്ത കാലത്തെ സ്ഥിരം ടെംപ്ലേറ്റ് പടങ്ങളിൽ നിന്ന് വ്യത്യാസമുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതൊരു ഹൊറർ കോമഡി ഫാൻറ്റസി എലമെൻ്റുള്ള ഒരു പടമാണ്. ഇതിനകത്തിൽ എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഐയുടെ യൂസ്, അത് ഡീസൻ്റായിട്ട് വർക്കൗട്ട് ചെയ്യാൻ സംവിധായകന് പറ്റിയിട്ടുണ്ട്. അതേപോലെ എനിക്കൊന്ന് ഭാവിയിൽ ഇത് വളരെ ഒരു എന്താ പറയുക, ഭാവി മലയാള സിനിമയിലാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളാണ് എഐയുടെ സാധ്യതകൾ. ഇനി CGI-യെക്കാട്ടി വർക്കൗട്ടായിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മൊത്തത്തിൽ കണ്ടിരിക്കാം എന്ന് വെച്ചാൽ വൺ ടൈം വാച്ചബിളായിട്ടുള്ള തിയേറ്ററിൽ വാച്ച് ചെയ്യാം. പിന്നെ ഇതേപോലെ ഒരെണ്ണമാണ് സംഭവം അധ്യായം 1 എന്ന് പറയുന്ന പടം. എനിക്ക് തോന്നുന്നു സംഭവം അധ്യായം 1 ആഷ്കർ അലി ചെയ്തത്. അതിൻ്റെ ഒരു സെറ്റപ്പൊക്കെ തന്നെയാണ്, പക്ഷേ ലൂപ്പൊന്നുമല്ല, ടൈം ലൂപ്പോ അങ്ങനെയൊന്നുമല്ല. ഒരു ഡീസൻറ്റ് ഹൊറർ പടം, വളരെ വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി പടം, ഇഷ്ടപ്പെട്ടു. അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ധ്യാൻ്റെ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും അടിപൊളി പടം.